ഹായ്, നമ്മളിപ്പോൾ ദേ തിരുനെല്വേലിയിൽ നെല്ലയ്യപ്പർ എന്ന് പറയുന്നൊരു ശിവൻ്റെ ഒരു അമ്പലത്തിലാണ്. നമ്മളതിൻ്റെ വാതിൽക്കൽ കൂടി ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു നല്ല ഹോട്ടലുണ്ടെന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേനും കണ്ടാണ്. നമ്മൾ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്, അതുകൊണ്ട് നമ്മൾ അകത്ത് കയറുന്നില്ല. പക്ഷേ ഇതിൻ്റെ വെളിയിൽ നിന്ന് തന്നെ കാണുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഒരുപാട് ഈ ശില്പകലകളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു അമ്പലമാണ്. അതുകൂടാണ്ട് നമ്മൾ വന്നപ്പോൾ കണ്ട ചെറുതും അല്ലാണ്ട് വലുതുമായിട്ട് ഇവിടെ 2 രഥങ്ങളുണ്ട്. ഇവിടുത്തെ രഥോത്സവത്തിനൊക്കെ ഭയങ്കരമായിട്ടുള്ള തിരക്കും എന്നുവെച്ചാൽ നല്ല രീതിയിൽ തിരക്കുണ്ടാകുന്നൊരു അമ്പലമാണിത്. അപ്പം അതൊന്ന് കവർ ചെയ്തെടുത്ത് ഇടാം എന്ന് വിചാരിച്ചു. ഈ രഥത്തിൻ്റെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ വീലിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് പോയി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഹൈറ്റിനേക്കാൾ പിന്നെയും ഒരു പകുതി ഒരു ഇതും കൂടി ഉണ്ടാവും. അത്രയും വലിയ ഇത് തന്നെ, അതിൻ്റെ വീല് തന്നെ അത്രയും വലുതാണ്. അപ്പം ഈ സ്ഥലം വരുന്നത് തിരുനെൽവേലിയിലാണ്. അത് നമ്മുടെ താമ്രപരണി ആറിൻ്റെ തൊട്ട് അടുത്തായിട്ട് വരും. 7-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ചരിത്ര പ്രസിദ്ധിയുള്ള ഒരു ക്ഷേത്രമാണ്. പ്രധാന ആകർഷണങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ ഗോപുരങ്ങളും അതേപോലെ കുറേ മനോഹരമായിട്ടുള്ള ശില്പങ്ങളും അകത്തുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ തിരക്കിയപ്പോഴത്തേനും അതിനകത്ത് ഒരുപാട് ഈ സംഗീത മണ്ഡപങ്ങൾ, അങ്ങനത്തെ സാധനങ്ങൾ, കല്ലിലൊക്കെ നമ്മളിങ്ങനെ തൂണിലൊക്കെ തട്ടുമ്പം ഡിഫറെൻറ്റ് ടൈപ്പ് സൗണ്ട്സ് കേൾക്കുന്ന അതേപോലത്തെ ഒരുപാട് തൂണുകൾ കാര്യങ്ങളുണ്ട് ഈ അമ്പലത്തിൽ. 7-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെങ്കിലും നമ്മളിപ്പോൾ ഈ കാണുന്ന ആ ഒരു രീതിയിലേക്ക് ഇത് മാറിയത് ഒരു 14-ാം നൂറ്റാണ്ടോടുകൂടിയാണ്. 48ഓളം കൽത്തൂണുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഗീത മണ്ഡപത്തിൻ്റെ ആ ഒരു ഇതിൽ വരുന്നത്. അതുകൂടാണ്ട് 9ഓളം ഗോപുരങ്ങൾ നമുക്ക് ഈ അമ്പലത്തിലുണ്ട്. ഇവിടുത്തെ പ്രധാന ഉത്സവം ഈ പറഞ്ഞ രഥോത്സവം തന്നെയാണ്. കണ്ടില്ല, ആ ഒരു രഥത്തിൻ്റെ വീലിൻ്റെ സൈസാണ്. അതിൻ്റെ സൈഡിലും കംപ്ലീറ്റ് ഇതൊക്കെ ആയിട്ട് ഓരോ ചെറിയ ചെറിയ കച്ചവടക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. തമിഴ്നാട്ടിലേക്ക് വരുവാണെങ്കിൽ തന്നെ നമുക്ക് ഇതേപോലെ അമ്പലം, അതേപോലെ ഭക്തി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാം തന്നെ ഒരുപാട് പഴക്കങ്ങളുള്ള അമ്പലങ്ങളാണ്. അതിലൊക്കെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ വർക്കും കാര്യങ്ങളും ഒക്കെ ഉള്ള ഓരോരോ ശിലകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഗോപുരങ്ങളൊക്കെ തന്നെ പണിയുക എന്ന് പറഞ്ഞാൽ അത് വർഷങ്ങളുടെ ഒരു പരിശ്രമത്തിലൂടെ വന്നിട്ടുള്ളതാണെന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കത് മനസ്സിലാകും. അങ്ങനത്തെ അമ്പലങ്ങളുടെ ഒരുപാട് സ്ഥലങ്ങൾ തമിഴ്നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ ചെറിയ അമ്പലങ്ങൾ തൊട്ടാണെങ്കിൽ പോലും നമുക്കത് കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഗോപുരം. നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വന്നതുകൊണ്ട് നമ്മളകത്തേക്ക് കയറിയില്ല. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്, അവിടെ നിന്നാണ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു, മട്ടൻ ബിരിയാണി. പിന്നെ നമ്മളകത്തേക്ക് അതിൻ്റെ ഗോപുരമാണ്. അപ്പോൾ നമ്മൾ ഇവിടം വരെ വന്ന് ജസ്റ്റ് നമ്മളതിൻ്റെ വീഡിയോ എടുത്തെന്നുള്ളതേ ഉള്ളൂ. ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വരുന്നത്. പോത്തീസിൻ്റെ തൊട്ടടുത്താണ്. അവിടുത്തെ ഒരു ചെറിയ ഗോപുരം. ഓക്കെ, നമുക്കൊരു അടുത്ത വീഡിയോ കാണാം.